Hello my dear students, welcome back to Emerging Trends in Management. നമ്മളിന്ന് എമർജിംഗ് ട്രെൻഡ്സിൻ്റെ 13ാമത്തെ സെഷനിലേക്കാണ് വന്നിരിക്കുന്നത്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും നമ്മളുടെ എമർജിംഗ് ട്രെൻഡ്സിൻ്റെ ബുക്സ് വാങ്ങിച്ചല്ലോ അല്ലേ? നമ്മുടെ എക്സൽ പബ്ലിക്കേഷൻ്റെ ബുക്കാണ് എല്ലാവരും വാങ്ങിക്കേണ്ടത്. യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻ്റെ ബുക്ക് വാങ്ങിക്കേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷനിൽ നമുക്ക് ഒരു നല്ലൊരു രീതിയിലല്ല പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. നമുക്കത് മനസ്സിലാക്കിയെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം എക്സൽ പബ്ലിക്കേഷനിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് അവർ ഓരോ ചാപ്റ്റേഴ്സും പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എക്സലിൻ്റെ ബുക്ക് തന്നെ വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് കിടക്കാമല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ 8 കീ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് സപ്ലൈ ചെയിൻ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ സപ്ലൈ ചെയിൻ പ്ലാനിങ്ങിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഓക്കെ, സോ നമ്മൾ സപ്ലൈ ചെയിൻ പ്ലാനിങ് നടത്തുന്നത് കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ടാവുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ദ സപ്ലൈ ചെയിൻ പ്ലാനിങ് എനേബിൾസ് ദ പാർട്ടിസിപ്പൻസ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലെ എല്ലാ പാർട്ടിസിപ്പൻസ് അല്ലേ, നമുക്ക് പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. സപ്ലയർ, മാനുഫാക്ചറർ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അങ്ങനെയുള്ളവർ, ട്രാൻസ്പോർട്ടേഴ്സ്, വെയർ ഹൗസേഴ്സ് അല്ലേ, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് എല്ലാവരും. അപ്പോൾ ഇവർക്കൊക്കെ നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ ഈ പറയുന്ന സപ്ലൈ ചെയിൻ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇറ്റ് പ്രൊവൈഡ്സ് എ ക്ലിയർ ഗൈഡ് ലൈൻ ടു ഈച്ച് മെമ്പേഴ്സ് ഓഫ് ദ ചെയിൻ ആസ് ടു വാട്ട് ടു ബി ഡൺ അണ്ടർ ഡിഫറെൻറ്റ് പീരീഡ്സ് ഓഫ് ടൈം. ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് കോർഡിനേഷൻ എമംഗ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദ സപ്ലൈ ചെയിൻ. അപ്പോൾ ഓരോ സമയത്ത് നമ്മുടെ സപ്ലൈ ചെയിനിലുള്ള ഈ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസിന് ഓരോ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അതനുസരിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് കോർഡിനേഷൻ നടത്തേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലിയർ ഗൈഡ് ലൈൻസ് നമ്മുടെ ഈ സപ്ലൈ ചെയിൻ പ്ലാനിങ് അവർക്ക് നൽകുന്നതാണ്. പിന്നെ ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് കോർഡിനേഷൻ എമംഗ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. അപ്പോൾ സപ്ലൈ ചെയിനിൽ പല ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസ് നടത്തുന്ന ഡിഫറെൻറ്റ് ഫങ്ഷൻസിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ടും ഈ പ്ലാനിങ് സഹായിക്കുന്നതാണ്. പിന്നെ നമ്മുടെ സപ്ലൈ ചെയിൻ്റെ എഫിഷ്യൻസീനെ അത് ഇമ്പ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഇറ്റ് എനേബിൾസ് ടു എ കൺസേൺ ടു റെസ്പോണ്ട് ക്വിക്ക്ലി ടു ദ ചേഞ്ചസ് ഇൻ മാർക്കറ്റ് കണ്ടീഷൻസ്. നമ്മുടെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് മാറുന്നതനുസരിച്ച് പെട്ടെന്ന് തന്നെ നമ്മളുടെ സപ്ലൈ ചെയിനിലുള്ള ഓരോ ഇൻഡിവിജ്വൽസും ചേഞ്ച് ആവാനായിട്ട് ഈ പ്ലാനിങ് അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളുടെ ഈ പറയുന്ന സപ്ലൈ ചെയിനിൽ നമ്മൾ ഒരുപാട് റിസോഴ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ റിസോഴ്സുകളൊക്കെ നല്ല ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ടും ഈ സപ്ലൈ ചെയിൻ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് സപ്ലൈ ചെയിനിലുള്ള എല്ലാവർക്കും സപ്ലൈ ചെയിൻ പ്ലാനിങ് കൊണ്ട് എപ്പോഴും ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് യാതൊരു ദോഷവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സപ്ലൈ ചെയിൻ പ്ലാനിങ് നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് സപ്ലൈ ചെയിൻ പ്ലാനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഈ സപ്ലൈ ചെയിൻ പ്ലാനിങ്ങിൽ തന്നെ വരുന്നൊരു വകഭേദമാണ് അഗ്രിഗേറ്റ് പ്ലാനിങ്. ഇപ്പം സാധാരണഗതിയിൽ സപ്ലൈ ചെയിനിൽ നിന്നും അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൻ്റെ എന്താണ് പ്രത്യേകത അത് നമുക്ക് നോക്കാം. In real world, all business concerns are working under conditions of risk and uncertainty. നമുക്കറിയാം, ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ അതിനെ എപ്പോഴും ഒഴിച്ചുവിടാൻ പറ്റാത്ത 2 കാര്യങ്ങളാണ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി അല്ലേ. ഇപ്പം നമ്മൾ എപ്പോഴും ബിസിനസ്സിൽ ഭാവി കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഭാവി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആ ഭാവി കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കണം എന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നുമില്ല. ഇറ്റ് ഈസ് അൺസർട്ടൺ. അപ്പോൾ അങ്ങനെയുള്ള അൺസർട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്ത് നടത്തുമ്പോൾ അതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. സപ്പോസ് അത് നടന്നില്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വെറുതെ പോകും. അതാണ് റിസ്ക്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പം ഏതൊരു ബിസിനസ് എടുത്തു കഴിഞ്ഞാലും ആ ബിസിനസ്സിൽ ഈ പറഞ്ഞ റിസ്ക്കും അൺസർട്ടനിറ്റിയും ഉള്ളതാണ്. So it is through forecasting and planning that the business unit solves the problems in satisfying the customer's demand. പക്ഷേ ഈ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ തന്നെയും എപ്പോഴും എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോർകാസ്റ്റ് ചെയ്യുക, ഫ്യൂച്ചർ, അതായത് ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യുക, അതിനെ ഫ്യൂച്ചറിനെ പ്ലാൻ ചെയ്യുക. അതിലൂടെ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ളതാണ് എല്ലാ ബിസിനസ്സും ചെയ്യുന്ന ഒരു കാര്യം.
Scientific forecasting helps the firms to formulate plans relating to different aspects of business for a particular period of time. അതായത് എപ്പോഴും ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനും അതനുസരിച്ചുള്ള പ്ലാനിങ് നടത്താനായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള അപ്രോച്ച് തന്നെയാണ് അവിടെ അഭികാമ്യമായിട്ടുള്ളത്. ഒരുപാട് നല്ല എക്സ്പേർട്സിനെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ ഈ പറയുന്ന ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതും അതനുസരിച്ചുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് പ്ലാനിങ് ഫോർ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ദ സപ്ലൈ ചെയിൻ സെപ്പറേറ്റ്ലി, an organization prepares an overall plan for its entire supply chain operations. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ ഓരോ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലാനിങ് നടത്താതെ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഓവറോൾ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ്. അത് നമ്മളുടെ ഓവറോൾ സപ്ലൈ ചെയിൻ്റെ ഓപ്പറേഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഓവറോൾ പ്ലാൻ ഫോം ചെയ്യുകയാണ്. The process of preparing overall plan for an organization is termed as aggregate planning. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഓരോ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസിനും എല്ലാവർക്കും കൂടി ചേർത്തിട്ട് ഓവറോൾ ഉണ്ടാക്കുന്ന ആ പ്ലാനിങ്ങിനെയാണ് അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ സപ്ലൈ ചെയിൻ പ്ലാനിങ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ ജനറലായിട്ട് സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ ഓരോ ഓർഗനൈസേഷൻസും എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നു. സപ്ലയർ അയാൾക്ക് സപ്ലൈ ചെയ്യുന്ന റോ മെറ്റീരിയൽസ്, അതുപോലെ കമ്പണൻസിൻ്റെ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നു. മാനുഫാക്ചർ പ്രൊഡക്ഷനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസ് സപ്ലൈ ചെയിനിൽ ജനറലായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അതത്ര ഇഫക്റ്റീവായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് സപ്ലൈ ചെയിനിൽ എന്ത് ചെയ്തു, ഈ പറയുന്ന എല്ലാ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസിനും ചേർത്തിക്കൊണ്ട് അവർക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന രീതിയിൽ ഓവറോൾ ആയിട്ടുള്ളൊരു പ്ലാനിങ് നടത്താൻ. ഈ ഓവറോൾ പ്ലാനിങ് എല്ലാ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസിനും യൂസ് ചെയ്യാം. സോ ദാറ്റ് അവർക്ക് നമ്മുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇൻഡിവിജ്വൽ പ്ലാനിങ്ങിലും കുറച്ചുകൂടി നന്നായിട്ട് മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഇനിയാണ് നമ്മൾ അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്ലാനിങ്ങിലും വളരെ ഇഫക്റ്റീവാണ് അഗ്രിഗേറ്റ് പ്ലാനിങ്. ഓക്കെ, സോ അഗ്രിഗേറ്റ് പ്ലാനിങ് ഈസ് എ പ്രോസസ് of planning the ideal level of capacity, production, inventory, outsourcing and promotion over a definite period of time. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു അഗ്രിഗേറ്റ് പ്ലാനിങ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ ഓവറോൾ പ്ലാനിങ്. അപ്പോൾ സപ്ലൈ ചെയിനിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുമിച്ച് പ്ലാൻ ചെയ്യാണ്. നമ്മളുടെ ലെവൽ ഓഫ് കപ്പാസിറ്റി എന്താണ് നമുക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, പ്രൊഡക്ഷൻ എങ്ങനെയാണ് വേണ്ടത്, ഇൻവെൻട്രി എങ്ങനെ ഫോം ചെയ്യണം, ഔട്ട്സോഴ്സിങ് എന്തിനൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെ പ്രൊമോഷൻസാണ് ചെയ്യേണ്ടത്, ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഓവറോൾ നമ്മൾ പ്ലാൻ ചെയ്യാണ്. സോ അഗ്രിഗേറ്റ് പ്ലാനിങ് റീപ്ലേസസ് സെക്ഷണൽ പ്ലാനിങ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓരോ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസും അവരുടേതായിട്ടുള്ള പ്ലാനിങ് അവർ സെപ്പറേറ്റ് നടത്തുമ്പോൾ അതിനെ നമ്മൾ സെക്ഷണൽ പ്ലാനിങ് എന്നാണ് പറയുന്നത്. പക്ഷേ സെക്ഷണൽ പ്ലാനിങ് അത്ര ഇഫക്റ്റീവ് അല്ല, അതിലും കുറച്ചുകൂടി ഇഫക്റ്റീവാണ് അഗ്രിഗേറ്റ് പ്ലാനിങ്. അപ്പോൾ ഈ അഗ്രിഗേറ്റ് പ്ലാനിങ് സെക്ഷണൽ പ്ലാനിങ്ങിനെ ശരിക്കും റീപ്ലേസ് ചെയ്യാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. The aim of aggregate planning is to achieve integrated performance of the supply chain. അപ്പോൾ ഇങ്ങനെ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസും സപ്ലൈ ചെയിനിലുള്ളവർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുവഴി അവരെന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം, പിന്നെ നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷനും അതിലൂടെ ഫോം ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൻ്റെ പ്രത്യേകത. ഓക്കെ, സോ അഗ്രിഗേറ്റ് പ്ലാൻസ് ആർ നോർമലി ഫോർമുലേറ്റഡ് ഫോർ എ പീരിയഡ് റേഞ്ചിങ് ഫ്രം എ ക്വാർട്ടർ ടു ആൻ ഇയർ. ഒരു ക്വാർട്ടർ, അതായത് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് 4 മാസത്തേക്കോ അല്ലെങ്കിൽ 4 മാസം തൊട്ട് അല്ലെങ്കിൽ 1 വർഷം വരെയുള്ള കാലയളവിലേക്കാണ് അഗ്രിഗേറ്റ് പ്ലാനിങ് നമ്മൾ ചെയ്യുക. ഇറ്റ് ഗിവ്സ് എ പ്ലാൻ ഓഫ് ഓപ്പറേഷൻസ് ഫോർ ദ ടൈം പീരിയഡ് ആൻഡ് പ്രിസ്ക്രൈബ്സ് ദ ലിമിറ്റ്സ്. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സപ്പോസ് 4 മാസത്തേക്കാണെങ്കിൽ ആ 4 മാസത്തേക്ക് നമ്മൾ എന്തൊക്കെ ഓപ്പറേഷൻസാണ് ചെയ്യേണ്ടതെന്നുള്ള പ്ലാനിങ്, അതുപോലെ ഒരു ലിമിറ്റ്സും എന്തൊക്കെ ലിമിറ്റ്സാണ് നമുക്ക് ആ പ്ലാനിങ്ങിൽ ആ ടൈമിലേക്ക് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ അതിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് നമ്മളുടെ അഗ്രിഗേറ്റ് പ്ലാനിങ്. ഓക്കെ, സോ സെക്ഷണൽ പ്ലാനിങ്ങിലും വളരെ നല്ലതാണ് അഗ്രിഗേറ്റ് പ്ലാനിങ്. തീർച്ചയായിട്ടും നമ്മുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും ഈ പറയുന്ന അഗ്രിഗേറ്റ് പ്ലാനിങ് തന്നെയാണ്. ഓക്കെ, വിത്തിൻ വിച്ച് ഈച്ച് മെമ്പർ ഓഫ് ദ സപ്ലൈ ചെയിൻ ഷുഡ് ഫങ്ഷൻ. അപ്പോൾ ഈ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൻ്റെ ബേസിലാണ് നമ്മുടെ സപ്ലൈ ചെയിനിലുള്ള ഓരോ ഓർഗനൈസേഷൻസും ഫങ്ഷൻ ചെയ്യുന്നത്.
ഇറ്റ് എനേബിൾസ് ടു അച്ചീവ് പ്രോപ്പർ കോർഡിനേഷൻ അപ്പോൾ എമംഗ് ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് ദ സപ്ലൈ ചെയിൻ. അപ്പോൾ ഈ ഒരു അഗ്രിഗേറ്റ് പ്ലാനിങ് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിലുള്ള എല്ലാ ഓർഗനൈസേഷൻസും അറിയാതെയും കോർഡിനേഷൻസും ചെയ്യുന്നുണ്ട്. all the stages of the supply chain are interdependent. അതുകൊണ്ട് അതുമാത്രമല്ല ഇവിടെ നമ്മൾ ഓവറോൾ പ്ലാനിങ് ചെയ്യുന്നതുകൊണ്ട് അതിൽ ഉള്ള ഓരോ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസിൻ്റെയും ഫങ്ഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഇതെല്ലാം ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് കോർഡിനേറ്റ് ചെയ്യാതെ ഒരു നിവൃത്തിയില്ല. ഓക്കെ, സോ എ ചേഞ്ച് ഇൻ വൺ സ്റ്റേജ് ഷുഡ് ബി ഫോളോഡ് ബൈ എ സൂട്ടബിൾ ചേഞ്ച് ഇൻ അതർ സ്റ്റേജ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നമ്മളൊരു മാറ്റം നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അത് മറ്റുള്ള സ്റ്റേജുകളിലും മറ്റുള്ള ഫങ്ഷൻസിലും മാറ്റങ്ങൾക്ക് വിധേയമാക്കും. Okay, so for instance, if a manufacturer plans to increase production for a particular period, the increase should be incorporated by the supplier, warehouses, transporter and distributed in their own activities. അല്ലേ, അപ്പോൾ മാനുഫാക്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുവന്നാൽ അവിടെ മാനുഫാക്ചറിങ്ങിൽ ചേഞ്ച് വന്നു. അതനുസരിച്ച് സപ്ലയറിൽ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നതിൽ ചേഞ്ച് വന്നു, വെയർ ഹൗസസിന് അത് ഇൻവെൻട്രിയിൽ ചേഞ്ച് വന്നു, ട്രാൻസ്പോർട്ടേഴ്സിന് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ക്വാണ്ടിറ്റിയുടെ ചേഞ്ച് വന്നു, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൂടുതൽ എണ്ണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ചേഞ്ച് വന്നു. അപ്പോൾ അവരതൊക്കെ എന്ത് ചെയ്യും, അതനുസരിച്ച് ഉള്ള ചേഞ്ചസ് അവർ ഇൻകോപ്പറേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ അതാ പറഞ്ഞത്, നമ്മുടെ അഗ്രിഗേറ്റ് പ്ലാനിങ് വഴി നമ്മൾ സപ്ലൈ ചെയിനിൽ ഫോളോ ചെയ്യുമ്പോൾ ഏതൊക്കെ ഫങ്ഷൻസിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ ആ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ഫങ്ഷൻസിലും മാറ്റങ്ങൾക്ക് വിധേയമാക്കും. ഓക്കെ, സോ അഗ്രിഗേറ്റ് പ്ലാനിങ് ഈസ് എൻ ഓവറോൾ പ്ലാൻ ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, വിച്ച് ഇൻ്റഗ്രേറ്റ്സ് ദ പ്ലാൻ ഓഫ് വേരിയസ് സ്റ്റേജസ് ഓഫ് ദ സപ്ലൈ ചെയിൻ. സപ്ലൈ ചെയിനിൽ പല സ്റ്റേജസിലുമുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഒരുമിച്ച് തന്നെ നമ്മൾ ഒന്നിച്ച് പ്ലാൻ ചെയ്യുന്നതാണ്. ഓവറോൾ പ്ലാനിങ് ആണ് അഗ്രിഗേറ്റ് പ്ലാനിങ്. ഇൻട്രൊഡ്യൂസ് ദ മച്ച് വാണ്ടഡ് കോർഡിനേഷൻ ആൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻസ്. അപ്പോൾ അവിടെ നല്ല കോർഡിനേഷനും യൂണിറ്റി ഓഫ് ഡയറക്ഷൻസും വളരെയധികം നമ്മുടെ സപ്ലൈ ചെയിൻ പ്രോസസ്സിൽ ആവശ്യമാണ് വെൻ വി follow the aggregate planning. In the absence of aggregate planning, each stage may have its own separate plans which may lack coordination and may even contradict each other. ഇപ്പോൾ നമ്മൾ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ ഈ പറയുന്ന അഗ്രിഗേറ്റ് പ്ലാനിങ് നമ്മൾ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഓരോ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്യും. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലാനിങ്ങിൽ തീർച്ചയായിട്ടും കോർഡിനേഷൻ ഉണ്ടാവില്ല. അതുമാത്രമല്ല, ചിലപ്പോൾ കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും ചിലപ്പോൾ ഫോം ചെയ്തിട്ടുണ്ടാവുക. സപ്ലയർ ഫോം ചെയ്ത ഒരു പ്ലാൻ അനുസരിച്ചായിരിക്കില്ല മാനുഫാക്ചറർ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ വളരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും സപ്ലൈ ചെയിൻ ബിസിനസ്സിന് അഗ്രിഗേറ്റ് പ്ലാനിങ് ആണ് നല്ലത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയുള്ള അഗ്രിഗേറ്റ് പ്ലാനിങ് നമ്മൾ നടത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഇൻഫർമേഷൻസാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് പ്ലാനിങ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അതിൽ നമുക്ക് അഗ്രിഗേറ്റ് പ്ലാനിങ് നടത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ഫോർകാസ്റ്റഡ് ഡിമാൻഡ് ഡ്യൂറിങ് ദ പ്ലാൻ പീരീഡ്. ഇപ്പോൾ നമ്മൾ 4 മാസത്തേക്കാണോ അല്ലെങ്കിൽ 1 വർഷത്തേക്കാണോ നമ്മൾ അഗ്രിഗേറ്റ് പ്ലാനിങ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ പീരീഡിലേക്കുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റ് എത്രയാണ്, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ആ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എത്രയുണ്ട്, ആ ഇൻഫർമേഷൻ ആവശ്യമുണ്ട്. പിന്നെ നമ്മളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ലേബർ ചാർജസ്, ഓവർ ഹെഡ്സ്, എന്തൊക്കെയാണ് ഓവർ ഹെഡ്സാണ് നമുക്ക് വരിക, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്കിവിടെ ആവശ്യമായിട്ട് വരികയാണ്. ഓക്കെ, സോ അങ്ങനെ ഇതൊക്കെ ഇൻഫർമേഷൻസാണ് നമുക്ക് വേണ്ടത്. ഇനി വേറെ എന്തൊക്കെ ഇൻഫർമേഷൻസാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമ്മളുടെ ഈ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനെ കുറിച്ചുള്ള എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. അതായത് നമ്മൾ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം നമുക്ക് കോസ്റ്റ് കുറച്ചുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് കൂട്ടാനായിട്ട് സഹായിക്കുന്നത്, ആ എക്കോണമീസ് ഓഫ് സ്കെയിൽ എത്ര കൂടുതൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, അതാണ് എക്കോണമീസ് ഓഫ് സ്കെയിൽ. അപ്പോൾ അതിൽ എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ. പിന്നെ ഇൻവെൻട്രി ക്യാരിങ് കോസ്റ്റ്, നമുക്ക് ഇൻവെൻട്രി വരുമ്പോൾ അതിൽ നമുക്ക് എത്രമാത്രം ക്യാരിങ് കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ റെസ്ട്രിക്ഷൻ ഓഫ് ഓവർ ടൈം വർക്ക്, നമുക്കിവിടെ ഈ പറയുന്ന ലേബേഴ്സിന് എന്തെങ്കിലും ഓവർ ടൈം റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. കാരണം ഓരോ ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന് അവർക്ക് നിശ്ചിതമായിട്ടുള്ള ടൈമിനെ ഓവർ ടൈം വർക്ക് ചെയ്യാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല.
സപ്പോസ് ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞു, നമ്മൾ അതനുസരിച്ച് നമ്മളുടെ ലേബേഴ്സിന് ഓവർ ടൈം വർക്ക് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. പക്ഷേ നമ്മളുടെ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ലോ ആ ലേബർ ഓവർ ടൈമിൽ റെസ്ട്രിക്ഷൻസ് വരുത്തുന്നുണ്ടെങ്കിൽ ആ റെസ്ട്രിക്ഷൻ സപ്പോസ് ഓവർ ടൈം 10 മണിക്കൂറേ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഇത്ര മണിക്കൂറേ പാടുള്ളൂ എന്ന് ആ ഇൻഡസ്ട്രിയൽ ലോ പറയുകയാണെങ്കിൽ ആ ഓവർ ടൈം ലിമിറ്റേഷൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് മാത്രമേ എംപ്ലോയീസിന് നമ്മളെപ്പോഴും ഓവർ ടൈം വർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ്. പിന്നെ ഔട്ട്സോഴ്സിങ് ഫെസിലിറ്റീസ് അവൈലബിൾ ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഔട്ട്സോഴ്സിങ്. നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് മറ്റുള്ള പുറമെയുള്ള ആൾക്കാരെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ അങ്ങനെയുള്ള ഔട്ട്സോഴ്സിങ് ഫെസിലിറ്റീസ്, അതിൻ്റെ അവൈലബിലിറ്റി, അതിന് എത്ര കോസ്റ്റ് വരുന്നു, അങ്ങനെ കാര്യങ്ങൾ. പിന്നെ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്, ദറ്റ് ഈസ് കോസ്റ്റ് നോട്ട് സാറ്റിസ്ഫൈങ് ഡിമാൻഡ് ഇൻ ദ പീരീഡ് ഇൻ വിച്ച് ഇറ്റ് അറൈസസ്. അതായത് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്ത് അതനുസരിച്ചാണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്ത് സപ്പോസ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബഫർ സ്റ്റോക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. കാരണം നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത ഡിമാൻഡിലും കൂടുതലായിട്ടുള്ള ഡിമാൻഡ് സപ്പോസ് വന്നാൽ അതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ബഫർ സ്റ്റോക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇനി അതിലും കൂടുതലായിട്ട് നമ്മളുടെ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ സപ്പോസ് ആ ഡിമാൻഡിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് നമുക്ക് എത്രമാത്രം നഷ്ടം വന്നു, അതിലേക്ക് നമുക്ക് എത്ര കോസ്റ്റ് അതിന് ആ ഡിമാൻഡും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നെങ്കിൽ എത്ര കോസ്റ്റ് എന്ന് വരുമായിരുന്നു, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ, അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റിൻ്റെ ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് നമ്മളുടെ അഗ്രിഗേറ്റ് പ്ലാനിങ് നടത്താനായിട്ട് ആവശ്യമാണ്. ഓക്കെ, സോ ഇത്രയും ഇൻഫർമേഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ അഗ്രിഗേറ്റ് പ്ലാനിങ് സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സപ്ലൈ ചെയിനിൽ ഈ പറയുന്ന അഗ്രിഗേറ്റ് പ്ലാനിങ് നടത്താനായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് പ്ലാനിങ് നടത്താമെന്നുള്ളത് നോക്കാം. ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ആദ്യം നമ്മളുടെ പ്ലാനിങ് പീരീഡ് ഡിറ്റർമിൻ ചെയ്യും. 4 months ആണോ, 6 months ആണോ, 1 year ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം ഡിറ്റർമിൻ ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ആ ഹോൾ പീരീഡിനെ നമ്മൾ ഷോർട്ട് പീരീഡ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ചിലപ്പോൾ മന്ത്സ് ആയിട്ടോ വീക്സ് ആയിട്ടോ. ഇപ്പോൾ ഒരു 1 year പ്ലാൻ ആണെങ്കിൽ നമ്മൾ 12 monthsലേക്ക് ഡിവൈഡ് ചെയ്യും. സപ്പോസ് ഇപ്പോൾ 4 months ആണെങ്കിൽ നമ്മൾ വീക്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, 4 months എന്ന് പറയുമ്പോൾ ഒരു മന്തിൽ 4 weeks, അതുപോലെ 16 weeksലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മുടെ ലെങ്ത് ഓഫ് ദ പ്ലാൻ എന്താണെന്ന് ഡിസൈഡ് ചെയ്തു. ആ പ്ലാനിനെ ഷോർട്ട് പീരീഡിലേക്ക് ഡിവൈഡ് ചെയ്തു. പിന്നെ ഐഡൻറ്റിഫൈ ഡിഫറെൻറ്റ് സ്റ്റേജ് ആൻഡ് പാർട്ടിസിപ്പൻസ് ഇൻ ദ സപ്ലൈ ചെയിൻ പ്രോസസ്സ്. അപ്പോൾ അത് പീരീഡ് ഡിവൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മളുടെ സപ്ലൈ ചെയിനിൽ എന്തൊക്കെ സ്റ്റേജസ് ആണ് ഉള്ളതെന്നും ആ ഓരോ സ്റ്റേജിലും ആരൊക്കെ പാർട്ടിസിപ്പൻസ് ആണ് വരിക എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നു. പിന്നെ ഐഡൻറ്റിഫൈ ആൻഡ് കളക്ട് ഇൻഫർമേഷൻ റെക്കോർഡ് ഫോർ പ്രിപ്പയറിംഗ് ദ അഗ്രിഗേറ്റ് പ്ലാനിങ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ ഇൻഫർമേഷൻസ് പറഞ്ഞല്ലോ, ആ ഇൻഫർമേഷൻസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് കളക്ട് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറ്റർമിൻ എ ട്രേഡ് ഓഫ് എമംഗ് പർച്ചേസിങ് കോസ്റ്റ്, മാനുഫാക്ചറിങ് കോസ്റ്റ്, ക്യാരിങ് കോസ്റ്റ് ആൻഡ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഈ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസിങ് കോസ്റ്റ്, മാനുഫാക്ചറിങ് കോസ്റ്റ്, ക്യാരിങ് കോസ്റ്റ്, സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് ഇതെല്ലാം ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് അതിൽ നമുക്ക് എങ്ങനെ അതിനെ കോസ്റ്റിനെ ഏറ്റവും മിനിമത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. പിന്നെ പ്രിപ്പയർ അഗ്രിഗേറ്റ് പ്ലാൻ സോ ആസ് ടു മാക്സിമൈസ് ദ സപ്ലൈ ചെയിൻ പ്രോഫിറ്റബിലിറ്റി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഫങ്ഷൻസിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന പ്ലാൻസ് എല്ലാം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് കിട്ടണം. പിന്നെ ഈ അഗ്രിഗേറ്റ് പ്ലാന് ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലുള്ള എല്ലാ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസിനും നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഈ അഗ്രിഗേറ്റ് പ്ലാന് നമ്മൾ നടത്തുന്നത്. മനസ്സിലായല്ലോ? ആദ്യം ലെങ്ത് ഓഫ് ദ പീരീഡ് ഡിറ്റർമിൻ ചെയ്തു, അത് കഴിഞ്ഞ് അതിനെ ഷോർട്ട് പീരീഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ ഓരോ പീരീഡ്സായിട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ നമ്മളുടെ സപ്ലൈ ചെയിനിലെ ഓരോ സ്റ്റേജസ് എന്തൊക്കെയാണെന്നും അതിൻ്റെ ഏതൊക്കെ പാർട്ടിസിപ്പൻസ് ആണ് ഓരോ സ്റ്റേജസിൽ ഇൻവോൾവ് ആവുക എന്നുള്ളത് മനസ്സിലാക്കി വെച്ചു. പിന്നെ നമ്മുടെ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു. പിന്നെ നമ്മുടെ കോസ്റ്റ് കട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഗ്രിഗേറ്റ് പ്ലാൻ ചെയ്യുന്നു. അതിൽ നമ്മൾ എപ്പോഴും നോക്കി കാണുന്നത് എന്താണ്, നമ്മുടെ പ്രോഫിറ്റ് എങ്ങനെയാണ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിലുള്ള എല്ലാ മെമ്പേഴ്സിനും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് പ്ലാനിങ് ഫോം ചെയ്യുക.
ഓക്കെ, അപ്പം നമ്മൾ അഗ്രിഗേറ്റ് പ്ലാനിങ് എങ്ങനെയൊക്കെയാണ് ഫോം ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പുകൾ കണ്ടു. ഇനി ഈ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ കൂടി നമുക്ക് നോക്കി ഇന്നത്തെ സെഷൻ തീർക്കാം. അതിൽ പറയുന്നൊരു കാര്യം ഇതാണ്, അഗ്രിഗേറ്റ് പ്ലാനിങ് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 4 മാസത്തിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കാം, 6 മാസത്തേക്കുള്ള പ്ലാൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈവൻ 1 ഇയറിലേക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കാം. സോ വാട്ട് എവർ ദ പീരീഡ് ഇറ്റ് മേ ബി, നമ്മൾ ആ ഒരു പീരീഡിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അഗ്രിഗേറ്റ് പ്ലാന് ഒരിക്കലും റിജിഡ് ആവരുത്. അതായത് ഇപ്പോൾ ഒരിക്കലും ഒരു മാറ്റങ്ങൾക്കും വിധേയമാവാത്ത രീതിയിലായിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അഗ്രിഗേറ്റ് പ്ലാനിങ് അങ്ങനത്തെ ഒരു റിജിഡ് പ്ലാനിങ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 4 മന്തിന് നമ്മൾ ഒരു അഗ്രിഗേറ്റ് പ്ലാൻ ഉണ്ടാക്കി, ആ 4 മന്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത്, ആ ഇംപ്ലിമെൻറ്റേഷൻ സമയത്ത് എന്തെങ്കിലും ഡിമാൻഡിലും വ്യത്യാസം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, കാരണം നമ്മുടെ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൻ്റെ ബേസ് തന്നെ ഡിമാൻഡാണ് അല്ലേ, അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. അപ്പോൾ ആ ഡിമാൻഡിൽ വ്യത്യാസം വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്ലാനിങ്ങിൽ നമ്മൾ റിവിഷൻസ് കൊണ്ടുവരണം. ഓക്കെ, ആ റിവിഷൻസ് കൊണ്ടുവന്ന് ആ ഡിമാൻഡിലുള്ള ചേഞ്ചിനെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യണം. അത് മാത്രമല്ല, ഇങ്ങനെ നമ്മൾ റിവിഷൻ കൊണ്ടുവന്ന് ആ ചേഞ്ചിനെ നമ്മളുടെ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമ്മുടെ സപ്ലൈ ചെയിനിലുള്ള എല്ലാ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസിനും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം പ്രോപ്പറായിട്ട്. അപ്പോൾ അതാണ് നമ്മളുടെ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സോ അഗ്രിഗേറ്റ് പ്ലാനിങ് ഈസ് നോട്ട് എ റിജിഡ് പ്ലാനിങ്, ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ പ്ലാനിങ്. ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ആസ് മെനി റിവിഷൻസ് അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ഇൻ ദ ഡിമാൻഡ് ഓഫ് ദ പ്രോഡക്റ്റ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് പ്ലാനിങ്. ആ പീരീഡ് ഓഫ് പ്ലാനിങ്ങിനുള്ള ഉള്ളിൽ ഡിമാൻഡിൽ എന്ത് ചേഞ്ച് വന്നാലും അതനുസരിച്ച് നമുക്ക് എന്ത് റിവിഷൻസും ഈ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു അഗ്രിഗേറ്റ് പ്ലാനിങ് ശരിക്കും ഒരു നല്ലൊരു ഡിവൈസാണ്. ഇത് നമ്മളുടെ സപ്ലൈ ചെയിനിൽ പ്രത്യേകിച്ചും നമ്മളുടെ ഈ പറയുന്ന ഓരോ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസും പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവരുടെ ഓരോ ഫങ്ഷൻസ് നിർവഹിച്ചുകൊണ്ട് നമ്മളുടെ കസ്റ്റമേഴ്സിന് നല്ല ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാനും, അതിലുപരി നമ്മളുടെ എല്ലാ സപ്ലൈ ചെയിനിലുള്ള എല്ലാ ഓർഗനൈസേഷൻസും സപ്ലൈ ചെയിനിലുള്ള എല്ലാ ഓർഗനൈസേഷൻസും ഒത്തൊരുമിച്ച് നമ്മളുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യാനും ഈ പറയുന്ന സപ്ലൈ ചെയിൻ അഗ്രിഗേറ്റ് പ്ലാനിങ് ഒത്തിരിയധികം സഹായിക്കുന്നതാണ്. അതുമാത്രമല്ല, നമ്മുടെ സപ്ലൈ ചെയിൻ ബിസിനസ്സിൽ നമ്മളുടെ ഒരുപാട് റിസോഴ്സുകളുടെ യൂട്ടിലൈസേഷൻസ് വരുന്നുണ്ട്. ഈ യൂട്ടിലൈസേഷൻസൊക്കെ നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും ഈ അഗ്രിഗേറ്റ് പ്ലാനിങ് സഹായിക്കുന്നതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മോഡേൺ വേൾഡിൽ റീസെൻ്റ്ലി ഇപ്പോൾ ഉള്ള സപ്ലൈ ചെയിൻ ബിസിനസ് മിക്കതും എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള അഗ്രിഗേറ്റ് പ്ലാനിങ് വളരെ ഇഫക്റ്റീവായിട്ട് ഫോം ചെയ്യാനായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയിട്ട് അവരൊരുപാട് നല്ല രീതിയിലുള്ള അഗ്രിഗേറ്റ് പ്ലാനിങ്സ് ഡെവലപ്പ് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുവന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിൻ്റെ പ്രത്യേകത. അപ്പോൾ സപ്ലൈ ചെയിൻ ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ, അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി വരേണ്ടത് അവർ ഫോം ചെയ്യുന്നത് അഗ്രിഗേറ്റ് പ്ലാനിങ് ആണെന്നുള്ള കാര്യമാണ്. ഓക്കെ, ചിലപ്പോൾ എക്സാമിനൊക്കെ ഇൻഡയറക്റ്റ്ലി ചോദിച്ചേക്കാം, സപ്ലൈ ചെയിൻ ബിസിനസ്സിന് എന്തുകൊണ്ടാണ് അഗ്രിഗേറ്റ് പ്ലാനിങ് കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ളത്, എന്തുകൊണ്ട് സെക്ഷണൽ പ്ലാനിങ് നല്ലതല്ലാത്തത് എന്നുള്ള രീതിയിൽ ചോദിച്ചാലും ഈ അഗ്രിഗേറ്റ് പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ പറയേണ്ടത്. ഓക്കെ, സോ അതാണ് നമ്മളുടെ അഗ്രിഗേറ്റ് പ്ലാനിങ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ സപ്ലൈ ചെയിൻ പ്ലാനിങ് എന്നുള്ള സെക്ഷണൽ പ്ലാനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ സെക്ഷണൽ സപ്ലൈ ചെയിൻ പ്ലാനിങ്ങിൻ്റെ തന്നെ ഒരു വകഭേദമാണ് അഗ്രിഗേറ്റ് പ്ലാനിങ്, അതെന്താണെന്ന് പറഞ്ഞു. ഈ അഗ്രിഗേറ്റ് പ്ലാനിങ് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട് ആ പ്ലാനിങ് നടത്താനായിട്ട്, പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ആ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിക്കാനായിട്ടൊരു കാര്യം വിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ ഇപ്പോഴത്തെ സെഷൻ്റെ ഡ്യൂറേഷനൊക്കെ ഞാൻ കുറച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓരോരുത്തരും യൂട്യൂബിൽ ഈ ഒരു വീഡിയോ എടുക്കുമ്പം വെറുതെ ഡ്രാഗ് ചെയ്ത് ഓടിച്ച് നോക്കാതെ ആ ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്ക് തന്നെ ഫുള്ള് അതുപോലെ തന്നെ അതിൻ്റെ സാധാരണ രീതിയിൽ തന്നെ ഓടിച്ച് ഓരോന്ന് മനസ്സിലാക്കി എടുക്കുക.
ഇങ്ങനെയൊക്കെ നിങ്ങൾ ഡ്രാഗ് ചെയ്തൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ആക്ച്വലി എനിക്ക് ഒന്നും നഷ്ടമില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ഭാവിനെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ചെയ്യുന്നൊരു ദ്രോഹമായിട്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഈ സബ്ജക്ട്സൊക്കെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ എന്തായാലും ഇന്നത്തെ ഈ സെഷൻ ഇവിടെ വെച്ച് തീർക്കാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. സോ ടിൽ ദെൻ ഇറ്റ്സ് ബൈ, ആൻഡ് വൺസ് മോർ ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് കെയർ. ഓക്കെ, ബൈ.